ഇപ്രാവശ്യം നമുക്ക് അറിയുന്നത് പോലെ സുനിലെ ആന്റി ഇൻകംബൻസി വേവ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അക്കാര്യത്തിലൊരു സംശയവും ഹരിയാനയിൽ വേണ്ട. ഭരണവിരുദ്ധ തരംഗം തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷത്തെ BJP റൂളിനെതിരായിട്ടുള്ള, പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞതുപോലെ കർഷക പ്രശ്നം, അഗ്നിവീറിന്റെ പ്രശ്നം, അൺഎംപ്ലോയ്മെന്റിന്റെ പ്രശ്നം, ഗുസ്തി താരങ്ങളുടെ പ്രശ്നം, ഇതെല്ലാം കൂടി ചേർന്നൊരു ആന്റി ഇൻകംബൻസി സർക്കാർ വിരുദ്ധ തരംഗമുണ്ട്. ആ സർക്കാർ വിരുദ്ധ തരംഗം എന്ന് പറയുന്നത് ഈ ജാതി സമവാക്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഹരിയാനയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായി വിജയിച്ചു വരാൻ കഴിയുന്നത് ജാട്ടുകൾ കൂടെ നിൽക്കുമോ, ദളിതർ കൂടെ നിൽക്കുമോ, SC/ST കൂടെ നിൽക്കുമോ, ബ്രാഹ്മിൻസ് കൂടെ നിൽക്കുമോ, അതിനൊക്കെ അപ്പുറത്ത് ഒരു സർക്കാർ വിരുദ്ധ തരംഗം അതിശക്തമായി ഹരിയാനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നല്ല വിജയം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. മനോഹർലാൽ ഖട്ടർ 2014 നേടിയ സീറ്റിനേക്കാൾ 7 സീറ്റുകളാണ് 2019 ആകുമ്പോഴേക്കും കുറയുന്നുണ്ട്. അതായത് 2019 തന്നെ BJP സർക്കാർ ഒരു ഭരണവിരുദ്ധ വികാരം മനോഹർലാൽ ഖട്ടർ സർക്കാരിൽ നേരിട്ടിരുന്നു. 2024 ആകുമ്പോൾ 10 ലോക്സഭാ സീറ്റിൽ 5 സീറ്റ് പോകുന്നു, നഷ്ടമാകുന്ന സാഹചര്യം കൂടി ഉണ്ടാകും. അപ്പൊ അത് ഡിമിനിഷിംഗ് ആണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഹരിയാനയിൽ താഴത്തേക്ക് പോകുന്നു. നമുക്കറിയാമല്ലോ 2014 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ 47 സീറ്റ് BJPക്ക് കിട്ടുന്നത് അത്ഭുതകരമായിരുന്നു. ഹരിയാനയിൽ BJP എന്നൊരു രാഷ്ട്രീയ പാർട്ടി കളം പിടിച്ചിട്ടേയില്ല. അതായത് 2009 നടന്ന തിരഞ്ഞെടുപ്പിൽ കേവലം 4 സീറ്റുകളാണ് BJPക്ക് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. 4 സീറ്റിൽ നിന്ന് 2014 മോദി അധികാരത്തിൽ വന്ന് പിന്നെ മോദി തരംഗത്തിലൂടെ 47 സീറ്റ് എന്ന് പറയുന്ന വലിയൊരു വിജയത്തിലേക്ക് ഹരിയാനയിൽ BJP ഏകപക്ഷീയമായി പോവുകയാണ് ചെയ്യുന്നത്. 2019 7 സീറ്റ് കുറഞ്ഞു, 40 സീറ്റിലേക്ക് വന്നു. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ ആകെ 10 സീറ്റിൽ 5 സീറ്റ് കോൺഗ്രസ് കൊണ്ടുപോയി, 5 സീറ്റാണ് BJPക്ക് കിട്ടിയത്. സോ BJP എന്ന് പറയുന്നത് അവിടെ താഴത്തേക്ക് പോകുന്നൊരു പാർട്ടിയാണ്. കോൺഗ്രസ് അവിടെ വളർച്ച കാണിക്കുന്ന ഒരു പാർട്ടിയുമാണ്. അപ്പോൾ നിശ്ചയമായും കോൺഗ്രസിന് അവിടെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുമെന്ന് മാത്രവുമല്ല, ഇപ്രാവശ്യം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഹരിയാന ഒരു തിരിച്ചടിയാണല്ലോ സുനിലെ. കാരണം എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യമുണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു. ഡൽഹിയും പഞ്ചാബും കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി വളരാൻ ശ്രമിക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. നമുക്കറിയുന്ന പോലെ ഡൽഹി ബോർഡർ ചെയ്യുന്ന സംസ്ഥാനമാണ് ഹരിയാന. സ്വാഭാവികമായിട്ടും ഒരു AAP ഇഫക്റ്റ് ഹരിയാനയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പവുമാണ്. ആ പാർട്ടിയുടെ ഒരു സാധ്യത എന്താണ് സുനിലെ? അവിടെ AAP വലിയ രീതിയിൽ അവിടെ മത്സരിക്കുന്നുണ്ട്. ഏതാണ്ട് ഭൂരിഭാഗം സീറ്റുകളിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു ചലനം ആം ആദ്മി പാർട്ടിക്ക് ഹരിയാനയിൽ ആകെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ദില്ലി അതിർത്തിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയൊരു ശതമാനം വോട്ട് ആം ആദ്മി പാർട്ടിയിലേക്ക് വരാം. പക്ഷേ ഹരിയാനയിൽ ഒരു നിർണായക ശക്തിയായി, ഒരു വോട്ട് ശക്തിയായി പോലും ആം ആദ്മി പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വളരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും 2014 നരേന്ദ്രമോദിയുടെ വിജയം, ആ 2014 നരേന്ദ്രമോദിയുടെ വിജയത്തിലേക്ക് വന്ന ഘടകങ്ങൾ, അതിനു മുൻപ് 2ാം UPA സർക്കാരിന്റെ കാലത്തെ 2G സ്പെക്ട്രം അഴിമതി, കൽക്കരി അഴിമതി തുടങ്ങി വലിയ അണ്ണാ ഹസാരിയുടെ സമരം, അങ്ങനെ രാജ്യം മുഴുവൻ അഴിമതി ചർച്ച ചെയ്ത ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നരേന്ദ്രമോദിയുടെ ഒരു വലിയ വരവ് 2014 ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് കോൺഗ്രസിനെതിരെ ഉണ്ടായിരുന്ന വലിയ ജനവികാരം, ജനങ്ങളാകെ കോൺഗ്രസ് മാറണം, കോൺഗ്രസ് ആകെ അഴിമതി പാർട്ടിയാണ്, അഴിമതി മാത്രമാണ് സർക്കാരിൽ നടക്കുന്നത് എന്ന് വിലയിരുത്തിയിരുന്ന ഒരു കാലത്ത് നിന്ന് 2014 നരേന്ദ്രമോദി വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അധികാരത്തിൽ വരികയാണ്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന അതേപോലൊരു വികാരം BJPക്കെതിരെ ഹരിയാനയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നു എന്നതാണ് നമുക്ക് ചുരുക്കി പറയാൻ കഴിയുക. ഹരിയാനയിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്നത് നമുക്ക് കാണാം. മനോഹർലാൽ ഖട്ടറിനെതിരെ 2019 ഉണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരം പിന്നീട് 2024 മാർച്ച് മാസമാകുമ്പോൾ നയബ് സിംഗ് സൈനി JJP പിന്തുണ പിൻവലിക്കുന്ന ഘട്ടത്തിൽ മനോഹർലാൽ ഖട്ടറിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ പകരം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോഴും ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. 40 MLA-മാരുടെ മാത്രം പിന്തുണയോടുകൂടിയാണ് നയബ് സിംഗ് സൈനി ഇപ്പോൾ അധികാരത്തിൽ തുടരുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും MLA-മാരുടെ പിന്തുണ കുറവുള്ള ഒരു ന്യൂനപക്ഷ സർക്കാരായിട്ടാണ് നയബ് സിംഗ് സൈനി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. ഭരണവിരുദ്ധ വികാരം അത്രമേൽ ശക്തമാണ്. ഹരിയാനയിൽ ദേശീയ തൊഴിലില്ലായ്മ നിരക്കിനേക്കാൾ ഇരട്ടിയാണ് ഹരിയാനയിലെ തൊഴിലില്ലായ്മ നിരക്കിന്റെ കണക്കുകൾ പറയുന്നത്. 9% ഹരിയാനയിലെ തൊഴിലില്ലായ്മ നിരക്ക്. 2 ലക്ഷം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് 1,84,000 തൊഴിലുകൾ ഹരിയാനയിൽ ഒഴിച്ചിട്ടിരിക്കുന്നു. ഹരിയാനയിൽ പല വേക്കൻസികളിലേക്കും സീറ്റില്ല. ഹരിയാന PSC ഓഫീസിൽ നിന്ന് 3 കോടി രൂപ അടുത്തിടെ റെയ്ഡിൽ കണ്ടെത്തി. അഴിമതിയുടെ പേരിൽ ഹരിയാനയിലെ നയബ് സിംഗ് സൈനി സർക്കാർ നേരിടുന്ന
ഉയരുന്ന ആരോപണങ്ങൾ വളരെ വലുതാണ്. ഈ തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ജാതി മത സമവാക്യങ്ങൾക്കും അപ്പുറം ഹരിയാനയിൽ കർഷകരുടെ വിഷയം, യുവാക്കളുടെ വിഷയം, തൊഴിലില്ലായ്മ നിരക്ക്, ഒപ്പം സാധാരണക്കാരായിട്ടുള്ള ബിസിനസ്സുകാരുടെ വിഷയം. നോക്കൂ, ഗുരുഗ്രാമിലടക്കം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഗുരുഗ്രാമിന്റെ പ്രത്യേകത എന്താ? ഗുരുഗ്രാം ദില്ലിയിലെ ഗുഡ്ഗാവിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ ഒരു സൈബർ സ്പേസ് ആണ്, ഒരു സൈബർ ക്യാപിറ്റൽ. ആ സൈബർ സ്പേസ് എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഗുഡ്ഗാവിലെ ആ സൈബർ സ്പേസ് ഹരിയാനയിൽ കോൺഗ്രസ് പിടിക്കുന്നു എന്ന് പറയുന്നത് വലിയ തിരിച്ചടിയാണ്. കർണാടക പോയി, ഹൈദരാബാദ് പോയി, ഇനി ഗുഡ്ഗാവ് കൂടി പോകുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ്, വലിയ ഒരു ദൗർബല്യമായി തന്നെ കണക്കാക്കുകയും. പക്ഷേ ഈ തിരിച്ചടി നേരത്തെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രചാരണത്തിന് പോലും വളരെ കുറച്ച് സമയം. അതെ, രാഹുലാണ് ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയത്. മോദിയാണ് ഏറ്റവും കൂടുതൽ പ്രചരണത്തിനെത്തിയത്, രാഹുൽ ഗാന്ധിയുമാണ്. ഏറ്റവും കൂടുതൽ റാലികൾ. സന്ദേശം വളരെ വ്യക്തവുമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് ആഘോഷം തുടങ്ങി, വോട്ടെണ്ണുന്നതിന് മുന്നേ ആഘോഷങ്ങൾ